ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തേതൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ അടിപൊളിയാണ്. പിന്നെ ഒരു ചൂടിൻ്റെ ഒരു പ്രത്യേക കാരണം മാത്രമേ ഉള്ളൂ. നല്ല ചൂടാണ് ഇവിടെ. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് തൊട്ടടുത്ത് ഒരു ചായക്കട ഉണ്ട്. അതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാലാണ് നമ്മുടെ ക്യാമ്പ് വരുന്നത്. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തു. അപ്പം ഇതാണ് കോർണിഷിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ എത്താനായിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി അങ്ങ് നടന്നു. ചൂടല്ലേ, അപ്പോൾ കുറച്ച് കാറ്റും കിട്ടും സ്പീഡിൽ നടക്കുമ്പോൾ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം പോയത് ഈ ഒരു സൂക്കിലോട്ടാണ്. ഇതൊരു ഓൾഡ് സൂക്കാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. നമ്മളിവിടെ വല്ലപ്പോഴും വരാറുണ്ട്. ഇവിടെ വന്നിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. എന്താ പറയുക, പഴയ കാലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം പോയത് ഈ ഒരു ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലോട്ടാണ്. ഇവിടെ അതുപോലെ തന്നെ പുരാതനകാല ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റി തന്നെ എന്താ പറയുക, എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ താഴെ ഇങ്ങനെ ഓരോ ബോക്സിലൊക്കെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ അതൊക്കെ കാണാൻ? ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഭംഗിയാട്ടോ, നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഇതാ ഞാൻ പറഞ്ഞ ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ട്. പിന്നെ ഇവിടെ കണ്ടോ നിങ്ങളൊരു പാത്രം, നമ്മുടെ പ്ലേറ്റ് ഇല്ലേ, കുപ്പീൻ്റെ ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നേരം അതിനകത്ത് നിന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങി ഫസ്റ്റ് കാണുന്നതാണ് ഇത് വന്നിട്ട് ചെരുപ്പിൻ്റെ ഒക്കെ ഒരു ഷോപ്പാട്ടോ. ഇതിൻ്റെ ഒക്കെ വാതിലുകൾ നിങ്ങൾ കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഈ പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന പോലെ ഇങ്ങനെ എടുത്ത് വെക്കുന്നൊരു ടൈപ്പ് വാതിലില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഡ്രസ്സിൻ്റെ ആയാലും നട്ട്സ്, പെർഫ്യൂംസ്. ഇവിടെ ഒരുപാട് നല്ല ബ്രാൻഡഡ് പെർഫ്യൂംസൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇത് അതിൻ്റെ വേറൊരു ഭാഗമാണ്. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ ഞാൻ തോന്നുന്നു കുറേ നട്ട്സിൻ്റെ ഒക്കെ ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ആയാലും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. എന്താ പറയുക, നല്ല മണങ്ങൾ കിട്ടും കേട്ടോ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ. നല്ല സ്മെല്ലാണ് ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരിട്ട് കോർണിഷിൻ്റെ ഭാഗത്തോട്ടാണ് പോയത്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് വന്നിട്ട്. ഇവിടെ ഏകദേശം ഒരു 6 മണി 5 മണിയാകുമ്പോഴേക്കാണ് ആളുകൾ വരാറ്. ഇന്ന് പൊതുവെ ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം ഇതിൻ്റെ അടുത്തുള്ള ബെഞ്ചിലൊക്കെ കുറേ ആളുകൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയാൻ ആ ഒരു ടൈം 4 മണി ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും ജോഗിങ് കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട് ഇവിടെ. നമ്മൾ ഒന്നാമത് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. പിന്നെ കുറേ നേരം ഇതിലൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ സൈഡ് കണ്ടോ, ഒരുപാട് ബോട്ടുകളുണ്ട്. മീൻ പിടിച്ചിട്ടുള്ള അതിൻ്റെ ബോട്ടുകളാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നടന്ന് കുറച്ച് കാല് കഴിച്ചപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ അടുത്തുള്ള ബെഞ്ചുകളൊക്കെ ഫുൾ ആളുകളാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരിക്കാൻ നോക്കുമ്പോൾ ഇനി ചുറ്റുപാട് നിങ്ങൾ കണ്ട ഫുൾ മുല്ലച്ചെടികളാണ്. ഒരുപാട് മുല്ലച്ചെടികൾ നട്ടിട്ടുണ്ട്. എല്ലാം നല്ലോണം പൂത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട്. കുറേ ആളുകൾ വന്നിട്ട് അത് പറിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ 2-3 പറിച്ചു. സാധാ പൂവിനെക്കാട്ടും കുറച്ച് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, കുറച്ച് കൂർത്തിട്ടാണ് ഇതിൻ്റെ ഇതളുകൾ വന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റ് വീട്ടിലോട്ട് പോകാൻ നോക്കുകയാണ്. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഇവിടെ ഒരു കുട്ടി ഷോപ്പ് കണ്ടു. ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ്. അതിനുള്ളിൽ കയറിയപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മാംഗോ ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് സ്ട്രോബെറി, പിന്നെ വാനില, ചോക്ലേറ്റ്, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മളത് വാങ്ങി കുറച്ച് അങ്ങോട്ടേക്ക് പോയിരുന്നിട്ടുണ്ടായിരുന്നു. ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീം കഴിച്ചിട്ട് നല്ലൊരു സുഖമുണ്ട്, നല്ലൊരു ആശ്വാസം കിട്ടി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു. നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.